പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് റിലീഫ് രണ്ട് ചിത്രങ്ങളുടെ കളക്ഷനാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് പൃഥ്വിരാജ് കുമാരൻ നായകനായ എൻ നമ്പ്യാർ സംവിധാനം ചെയ്ത ചിത്രമാണ് ബിലായിത്ത് ബുദ്ധ. ഈ ഹിന്ദുവിൻ്റെ കഥയെ ആസ്പദമാക്കി ഈ ചിത്രം ഒരുക്കിയപ്പോൾ വളരെ പ്രതീക്ഷയോട് കാത്തിരുന്ന സിനിമാ പ്രേമികളാണ് നമ്മൾ. പക്ഷേ തികച്ചും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് തിയേറ്ററിൽ നിന്ന് ഇത് കാഴ്ചവെക്കുന്നത് എന്ന് തന്നെയാണ് ആദ്യ ഷോ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലാകുന്നത്. നമുക്കും സമ്മിശ്രമായ പ്രതികരണം തന്നെയാണ് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് നേടാൻ പറ്റുന്നത്. കാരണം ഇതിൻ്റെ ദൈർഘ്യം ഒരു വല്ലാത്ത ഘടകമായി മാറി എന്നുള്ളതാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത്. ഒരുപക്ഷെ ദൈർഘ്യം കുറച്ച് ഒരു 2 മണിക്കൂറിൽ ഒതുങ്ങുന്ന ഒരു ചിത്രമായിരുന്നെങ്കിൽ മികച്ച രീതിയിലുള്ള പ്രതികരണം കിട്ടിയേനെ എന്ന് തന്നെയാണ് ഞാനിപ്പോഴും കരുതുന്നത്. ഏതായാലും ക്ലാസും മാഫുമായിട്ട് പൃഥ്വിരാജ് നിറഞ്ഞാടിയപ്പം ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയരാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞിട്ടുള്ള ചേരുവകൾ വേണ്ടതെല്ലാം പൃഥ്വിരാജിൽ നിന്ന് മനുഷ്യൻ പ്രതീക്ഷിക്കുന്ന എല്ലാ ചേരുവകളും ഒരുക്കിയെങ്കിലും അത് ജനഹൃദയങ്ങളിൽ ഒരു തരംഗമായി മാറാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് ആദ്യ ദിന കളക്ഷൻ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. പ്രീഫെയിൽ ഇനത്തിൽ ആദ്യ ദിനം 1 കോടിക്ക് മുകളിൽ പ്രീഫെയിൽ കിട്ടിയ ചിത്രം ട്രാക്കിംഗ് കളക്ഷൻ നോക്കുമ്പോൾ കേരളത്തിൽ നിന്നും 58 ലക്ഷം രൂപ മാത്രമേ ഇത് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് 1 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചിത്രം വളരെ നിരാശ നൽകുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു സൂപ്പർ നടനത്തിന് കിട്ടാവുന്ന ഏറ്റവും കുറവ് കളക്ഷൻ തന്നെയാണ് ആദ്യ ദിനം ഇത് നേടിയിരിക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ ഈ ചിത്രം എങ്ങോട്ടെയാണ് പോകുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. വേൾഡ് വൈഡായിട്ട് ഒരുപക്ഷെ 2.5 കോടിയെങ്കിലും ഈ ചിത്രം നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു മികച്ച തുടക്കമല്ല ഈ ചിത്രത്തിൻ്റെതായി ഉണ്ടായിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ചിത്രങ്ങളെല്ലാം തന്നെ പൃഥ്വിരാജിൻ്റെ വമ്പൻ ഹിറ്റാകുന്നത് നമ്മൾ കണ്ടു. അതിനെ അപേക്ഷിച്ച് ഒരു പതിഞ്ഞ തുടക്കം തന്നെയാണ് ബിലായിത്ത് ബുദ്ധ തുടങ്ങിയിരിക്കുന്നത്. ടിക്കറ്റ് നിലവാരം നമ്മൾ നോക്കുമ്പോൾ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുന്ന ടിക്കറ്റ് 1700 ടിക്കറ്റാണ് മണിക്കൂറിൽ വിറ്റുമാറുന്നത് എന്നുള്ളതും നിരാശ നൽകുന്ന പ്രകടനം തന്നെയാണ് ബിലായിത്ത് ബുദ്ധയിൽ നിന്ന് വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. മറ്റൊരു ചിത്രമാണ് ദിൽജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത ബാഹുൽ രമേശ് തിരക്കഥ എഴുതിയ ചിത്രം. മികച്ച രീതിയിലുള്ള പ്രതികരണം നേടുന്ന എക്കോ എന്ന ചിത്രം. സന്ദീപ് പ്രദീപാണ് ഇതിൻ്റെ നായകനായിട്ട് വരുന്നത്. ഗീത, നരൻ, അശോകൻ എന്നിവരൊക്കെ മികച്ച റോള് കൈകാര്യം ചെയ്യുന്ന ഈ ചിത്രം മികച്ച രീതിയിലുള്ള പ്രതികരണം കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. എങ്ങും പോസിറ്റീവ് അഭിപ്രായം നേടിയ ചിത്രം മികച്ച രീതിയിലുള്ള കളക്ഷനും നേടുന്നുണ്ട്. വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ്. കിഷ്കിന്ധ കാണ്ഡത്തിന് ശേഷം വരുന്ന ടീമിൽ നിന്ന് വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രം ജനങ്ങളെ നിരാശപ്പെടുത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏകദേശം 30 ലക്ഷത്തിന് മുകളിലാണ് ആദ്യ ദിനം ട്രാക്കിംഗ് കളക്ഷനായിട്ട് കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു 70 ലക്ഷം 80 ലക്ഷം റേഞ്ചിലേക്ക് ഈ ചിത്രം എത്തും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. പ്രദീപ് എന്ന് പറയുന്ന നായകൻ്റെ ചിത്രത്തിന് കിട്ടാവുന്ന ഒരു മികച്ച തുടക്കം തന്നെയാണ് ഈ ചിത്രം നേടിയിരിക്കുന്നത്. നമ്മൾ നൈറ്റ് ഷോകൾ, സ്പെഷ്യൽ ഷോകളൊക്കെ ഇന്ന് ഒത്തിരി ഉണ്ടാകും എന്ന് തന്നെ കരുതുന്നു. ഏകദേശം 80 ലക്ഷമെങ്കിലും നമ്മൾ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ വേൾഡ് വൈഡായിട്ട് 1.5 കോടിക്ക് മുകളിലുള്ള തുകയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയും ഒരുപക്ഷെ അത്ഭുതങ്ങൾ സംഭവിക്കാം. 2 കോടിയിലൊക്കെ ഈ ചിത്രം എത്താമെന്ന് തോന്നുന്നു, സ്പെഷ്യൽ ഷോകളൊക്കെ ഉണ്ടെങ്കിൽ. ഏതായാലും എങ്ങും പോസിറ്റീവ് പ്രതികരണം കിട്ടിയ ഈ ചിത്രം വൻ ഹിറ്റിലേക്കാണ് നീങ്ങുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ടിക്കറ്റ് വിൽപ്പന നോക്കുമ്പോൾ ബുക്ക് മൈ ഷോയിലൂടെ ടിക്കറ്റ് വിൽക്കുന്ന ഏകദേശം 3000 ടിക്കറ്റോളം മണിക്കൂറിന് വിറ്റുമാറുന്നുണ്ട്. ഇതിൻ്റെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഒരു സൂപ്പർ മെഗാഹിറ്റിലേക്ക് കുതിക്കുന്ന കാഴ്ച തന്നെ നമുക്ക് കാണാൻ പറ്റും എന്ന് തന്നെയാണ് അറിയുന്നത്. കാരണം ശനി ഞായർ ദിവസങ്ങൾ വളരെയധികം മികച്ച കളക്ഷൻ നേടി എക്കോ എന്ന സിനിമ ജനഹൃദയങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കും എന്ന് ഏകദേശം ഉറപ്പാണ്. അങ്ങനെ ഈ 2 ചിത്രങ്ങൾ, അതോടൊപ്പം തന്നെ കാന്ത നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞ് വാഷ് ഔട്ട് ആയെന്ന്. ഏകദേശം 24 മണിക്കൂറിൽ 7000 ടിക്കറ്റ് മാത്രമേ ബുക്ക് മൈ ഷോയിലൂടെ ഈ ചിത്രം വിൽക്കുന്നുള്ളൂ. ഏതായാലും കാന്ത എന്ന ചിത്രം വാഷ് ഔട്ട് ആയിരിക്കുന്നു. അതുപോലെ DF 81 കോടി പിന്നിട്ട് ഈ ചിത്രവും ജൈത്രയാത്ര തുടങ്ങുന്നതായിട്ട് നമ്മൾ അറിയുന്നുണ്ട്. ഏതായാലും പുതിയ ചിത്രങ്ങൾ ഈ ചിത്രങ്ങളെല്ലാം തന്നെ ബാധിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൃത്യമായിട്ടുള്ള കളക്ഷൻ നമുക്ക് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തും വരെ ഓക്കെ.